ഹായ് ആപ്റ്റിബിൾ. അപ്പോ ഇന്ന് നമ്മള് പൂൽ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജैसे बिना मौसम ബഹാർ ആ ഗയി ഹോ ഇസ് പർ അപ്ന മത് പ്രകട് കരേ. അതായത് ഈ ഒരു കവിതയില് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. എന്താണ്? കാലം തെറ്റിയിട്ട് ഒരു വസന്തം വന്നതുപോലെ എന്നുള്ളത്. അപ്പം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം, ഒപ്പീനിയൻ എന്നാണ് അതിന്റെ അർത്ഥം. ചില സമയങ്ങളിൽ റായ് എന്നും ചോദിക്കും, മത് അല്ലെങ്കിൽ റായ് എന്നും ചോദിക്കും. രണ്ടിന്റെ ആയാലും അർത്ഥം അഭിപ്രായം എന്ന് തന്നെയാണ്. അപ്പോ ഈ ഒരു സെന്റൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. യഹ് പംക്തി പ്ലാസ്റ്റിക് കെ ഫൂലോं के लिए कही गई है. അതായത് ഈ ഒരു വരി പ്ലാസ്റ്റിക് പൂക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത്. असली फूल तो सिर्फ अपने मौसम में ही खिलते हैं, पर प्लास्टिक के फूल हर समय हर मौसम में एक जैसे दिखते हैं. അതായത് അസ്ലി ഫൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രകൃതിയിൽ ഉണ്ടാവുന്ന പൂക്കള് എന്താണ്? സിർഫ് അപ്നെ മോസം മെഹി ഖിൽത്തെ ഹെ. അതിൻ്റെതായിട്ടുള്ള സീസണിൽ മാത്രമാണ്. മോസം എന്ന് പറയുമ്പോ എന്താണ്? ആ ഒരു സീസൺ, ആ ഒരു കാലത്ത്, അതായത് വസന്തകാലത്ത് അല്ലെങ്കിൽ ഈ പൂവ് ഉണ്ടാവുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമാണ് ഖിൽത്തെ ഹെ, വിരിയുന്നത്. പക്ഷെ പ്ലാസ്റ്റിക് കെ ഫൂൽ ഹർ സമയ ഹർ മൗസം മേ ഏക് ജൈസെ ദിഖ്തേ ഹെ. പക്ഷെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പൂക്കൾ എന്താണ്? ഹർ സമയ, എല്ലാ സമയത്തും, ഹർ മൗസം മേ, എല്ലാ കാലങ്ങളിലും, एक जैसे दिखते हैं, ഒരുപോലെയാണ് കാണപ്പെടുന്നത്. इसलिए ऐसा लगता है मानो बिना मौसम के ही ബഹാർ ആ ഗയി ഹോ, ലേക്കിൻ യഹ് ബഹാർ നക്ലി ഹെ. അതുകൊണ്ടാണ് തോന്നുന്നത് ബിനാ മോസം കേഹി, അതായത് വസന്തകാലം വരാതെ തന്നെ ബഹാർ ആ ഗയി ഹോ, വസന്തം വന്നതുപോലെ തോന്നുന്നത്. എന്ത് കാണുമ്പോഴ്? പ്ലാസ്റ്റിക് പൂക്കൾ കാണുമ്പോഴ്. ലേക്കിൻ യ ബഹാർ നക്ലി ഹെ. നക്ലി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ഫേക്ക് ആണ് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിലുള്ളതല്ല, ഫേക്ക് ആയിട്ടുള്ളൊരു വസന്തമാണ് ഈ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏക് ഹി ഭാവ് സെ ഹമേഷ ദഹത്തെ രഹത്തെ ഹെ യേ ഫൂൽ, കവി ने ऐसा क्यों कहा गया है. അതായത് ഈ പൂക്കൾക്ക് എപ്പോഴും ഒരേ തരം ഭാവമാണ്, അതായത് ഈ പൂക്കൾ എപ്പോഴും ഒരുപോലെയാണ് ഇരിക്കുന്നത് എന്ന് കവി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. प्लास्टिक के फूल कभी मुरझाते नहीं, ना उनका रंग फीका पड़ता है. അതായത് പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾ കബി മുർജാത്തെ നെഹി, മുർജാത എന്ന് വെച്ചാൽ വാടുക. അപ്പം മുർജാത്തെ നെഹി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വാടുകയില്ല. നാ ഉൻക രംഗ് ഫീക്ക പടുത്താ ഹെ. രംഗ് ഫീക്ക പഠന എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറം മങ്ങുക, കളറ് ഫെയ്ഡ് ചെയ്യുന്നതിനെയാണ് രംഗ് ഫീക്ക പഠന എന്ന് പറയുക. അപ്പം എന്താണ്? ഈ കളറ് മങ്ങുകയും ഇല്ല, അതുപോലെ തന്നെ വാടുകയില്ല. എന്തിന്റെ? പ്ലാസ്റ്റിക് പൂക്കളുടെ. അസ്ലി ഫൂലോ മേ ജോ ജീവൻ കാ ബദലാവ് ഹോത്താ ഹെ വ ഇൻമേ നഹി ഹോത്താ, इसलिए ये हमेशा एक जैसे रंग में दहकते यानी चमकते रहते हैं. അപ്പൊ യഥാർത്ഥ പൂക്കളില് എന്താണ്? ആ ഒരു ജീവന്റെ അംശം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എന്താണ് അത് വിടർന്ന് നിൽക്കുകയും കുറച്ചു സമയം കഴിഞ്ഞ് വാടുകയും അങ്ങനെ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു ജീവന്റെ പ്രസൻസ് എന്താണ്? ബദലാവ് എന്ന് വെച്ചാൽ മാറ്റം എന്നാണ്. അത് ഈ പ്ലാസ്റ്റിക് പൂക്കളിൽ ഇല്ല. ഇസ്ലിയെ ഈ ഹമേഷ, അതുകൊണ്ട് തന്നെ ഈ പൂക്കൾ എപ്പോഴും ഏക് ജൈസെ രംഗ് മേ, ഒരേപോലെയുള്ള കളറില് ദഹക്തെ യാനി ചമക്തെ രഹത്തെ ഹെ. ദഹക്ന എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ചമക്ന അല്ലെങ്കിൽ തിളങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പൂക്കൾ എപ്പോഴും ഒരേ കളറിൽ തന്നെ, ഒരേപോലെ തന്നെ തിളങ്ങിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ വിരിഞ്ഞു നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സാരാ ഘർ ഏക് രസ് ഇൻ രംഗോ മേ ഡൂബാ രഹാ, ഇസ്കാ മത്ലബ് ക്യാ ഹെ. അതായത് വീട് മുഴുവനും എന്താണ്? ഒരേപോലെ തന്നെ ഈ കളേഴ്സിൽ ഇങ്ങനെ ഡൂബാ രഹ എന്ന് വെച്ച് കഴിഞ്ഞാല് മുങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതായത് വീട്ടിൽ മൊത്തം ഒരേപോലെയുള്ള ഒരു പ്രതീതിയാണ്. സാധാരണ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള നേച്ചറിലെ ഫ്ലവേഴ്സ് ഉള്ളത് പോലെയുള്ള ഒരു വ്യത്യസ്തത തോന്നില്ല, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. इसका मतलब है कि घर में हर जगह सिर्फ प्लास्टिक के फूलों के रंग बिरंगे एक जैसे और बनावटी रंग ही दिखाई देते रहे. അതായത് इसका मतलब है, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? कि घर में, വീട്ടില്, ഹർ ജഗ, എല്ലാ സ്ഥലത്തും, സിർഫ് പ്ലാസ്റ്റിക് കെ ഫൂലോं के रंग बिरंगे,
പ്ലാസ്റ്റിക് പൂക്കളുടെ റംഗ് ബിരംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള ഏക് ജൈസെ ഒരുപോലെയുള്ള ഓർ ബനാവട്ടി എന്ന് പറഞ്ഞില്ലേ നേരത്തെ, ഒറിജിനൽ അല്ല, അത് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പോലെ, നേച്ചറിലുള്ളതല്ലാത്ത റംഗ് ഹി ദിഖായി ദേത്തെ ഹെ, എന്താണ് കളേഴ്സ് ആണ് കാണാനായിട്ട് കഴിയുന്നത്. ഘർ മേ അസ്ലി പ്രകൃതി की विविधता और ताजगी की जगह नकली एकरसता छा गई थी. അതായത് ഘർമേ വീടിനുള്ളില് അസ്ലി പ്രകൃതി की विविधता और ताजगी, അതായത് പ്രകൃതിയുടെ യഥാർത്ഥമായിട്ടുള്ള വിവിധതയും അതുപോലെ തന്നെ താസ്ഗി എന്ന് വെച്ചാൽ ഫ്രഷ്നെസ് എന്നുള്ള അർത്ഥമാണ്. അതിന് പകരം കീ ജഗ എന്ന് വെച്ചാല് അതിന് പകരമായിട്ട് നക്ലി എന്ന് വെച്ചാൽ ഫേക്ക് ആയിട്ടുള്ള ഏക്രസ്ത ഒരുപോലെയുള്ള, ഏക്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ എന്നാണ്. പ്ലാസ്റ്റിക് പൂക്കൾക്ക് ഒരു ഡിഫറൻസ് ഇല്ലല്ലോ, എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്, അതിന് പ്രത്യേകിച്ച് മാറ്റൊന്നും വരുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഛാഗൈഥി അത് വീട്ടിൽ സ്പ്രെഡ് ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹവ മധുമക്ഖി തിത്ലി ആദി പ്ലാസ്റ്റിക് കെ ഫൂലോ സെ ക്യോ അസന്തുഷ്ട ഹെ, അതായത് കാറ്റ്, മധുമഖി എന്ന് പറഞ്ഞാൽ എന്താ, തേനീച്ച, തിത്ലി പൂമ്പാറ്റ ആദി തുടങ്ങിയവ പ്ലാസ്റ്റിക് ഫൂലോസെ പ്ലാസ്റ്റിക് പൂക്കളാൽ അസന്തുഷ്ട, എന്താണ് ആ പ്ലാസ്റ്റിക് പൂക്കൾ വന്നതോട് കൂടിയിട്ട് ഇവർക്കൊന്നും ഒരു സന്തോഷമില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കെ ഫൂലോ മേ വേ ചീസേ നഹി ഹെ ജോ ഇൻഹെ ചാഹിയേ, അതായത് പ്ലാസ്റ്റിക് പൂക്കളില് മേൽ പറഞ്ഞ ജീവികൾക്കും അതുപോലെ തന്നെ കാറ്റിനൊക്കെ വേണ്ട സാധനങ്ങൾ ഇല്ല. ഹവാക്കോ ഗന്ധ ചാഹിയെ, കാറ്റിന് എന്താ വേണ്ടത്, സുഗന്ധം വേണം. മധുമക്കിക്കോ റസ് ചാഹിയെ, മധുമക്കിക്ക് നെക്ടർ വേണം, പൂക്കളിലുള്ള പൂന്തേൻ വേണം. തിത്ലിക്കോ കോമൽ സ്പർശ് ചാഹിയെ, എന്താണ് ആ ബട്ടർഫ്ലൈസിന് അതിന്റെ ഈ പൂക്കളിലുള്ള ആ ഒരു സോഫ്റ്റ്നെസ് ആവശ്യമുണ്ട്, അതിന്റെ ഒരു സ്പർശം ആവശ്യമുണ്ട്. നക്ലി ഫൂൽ ഇൻമേ സെ കുച്ച് ഭി നഹി ദേ സക്തെ ഇസ്ലിയെ യേ സബ് അസന്തുഷ്ട ഹൈ, അതായത് ഈ ഫേക്ക് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പൂക്കൾക്ക് ഇതൊന്നും നൽകാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് കാറ്റും തേനീച്ചയും അതുപോലെ തന്നെ ബട്ടർഫ്ലൈയും ഒക്കെ ഈ പൂക്കൾ വന്നപ്പോ അവർക്കൊന്നും സന്തോഷമില്ലാത്തത്, പ്ലാസ്റ്റിക് പൂക്കൾ വന്നപ്പോ സന്തോഷമില്ലാത്തത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബच्चा फूलों की पहचान करना चाहता है, यहाँ बच्चे का कौन सा मनोभाव प्रकट होता है. കുട്ടിക്ക് ഈ പൂക്കളെ എല്ലാം പെഹചാൻ കരണം എന്ന് വെച്ചാൽ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുക, ഇതിനെ തിരിച്ചറിയുക, അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ചാത്ത ഹെ എന്നല്ലേ പറയുന്നത്, ആഗ്രഹമുണ്ട്. യഹാ ബച്ചേക്ക കോൺ സ മനോഭാവ് പ്രകട ഹോത്ത ഹെ, ഇവിടെ കുട്ടിയുടെ ഏത് തരം മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഹാ ബच्चे की मासूम जिज्ञासा और सच्चाई जानने की चाहत प्रकट होती है. ഇവിടെ എന്താണ് ബच्चे की मासूम जिज्ञासा, കുട്ടിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ജിജ്ഞാസ, അതുപോലെ തന്നെ സച്ചായി ജാൻനെ കി ചാഹത്ത്, സത്യം എന്താണ് എന്ന് അറിയാനായിട്ടുള്ള ചാഹത്ത്, ആഗ്രഹം, പ്രകട് ഹോത്തി ഹെ പ്രകടമാകുന്നു. അസ്ലി ഫൂലോ കോ പെഹചാനന ചാഹത്താ ഹെ, ആ കുട്ടിക്ക് എന്താണ് അസ്ലി ഫൂൽ എന്ന് വെച്ചാൽ യഥാർത്ഥമായിട്ടുള്ള പൂക്കളെ പെഹചാനന ചാഹത്താ ഹെ, അതിനെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. जो दिखाता है कि बच्चों को प्रकृति से जुड़ाव और सच्चा ज्ञान चाहिए, ना कि नकली दिखावा, അത് കാണിക്കുന്നത് എന്താണ് കുട്ടികൾക്ക് പ്രകൃതി സെ ജുഡാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു ബന്ധം, അതുപോലെ തന്നെ സച്ച ജ്ഞാൻ, യഥാർത്ഥത്തിലുള്ള ജ്ഞാൻ എന്ന് വെച്ചാൽ ജ്ഞാനം, അറിവ് ഒക്കെയാണ് വേണ്ടത്. നാക്കി നക്ലി ദിഖാവ, ഫേക്ക് ആയിട്ടുള്ള ഒരു ദിഖാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാണിക്ക, അതായത് വെറുതെ എന്തെങ്കിലും ഫേക്ക് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. തെറ്റായിട്ട് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യമല്ല, വെറുതെ ഒരു പൊങ്ങച്ച കാണിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാണിച്ചു കൂട്ടലല്ല വേണ്ടത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ കുട്ടികൾക്ക് ആക്ച്വലി വേണ്ടത് എന്താണ് പ്രകൃതിനായിട്ടുള്ള കണക്ഷനും അതുപോലെ തന്നെ അറിവും ഒക്കെയാണ്, അല്ലാതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നതല്ല. അപ്പൊ ദിഖാവ കർണ അല്ലെങ്കിൽ നക്ലി ദിഖാവ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫേക്ക് ചെയ്യുന്നതല്ല, പ്രകൃതിനെ ഫേക്ക് ചെയ്യുന്ന രീതിയിൽ കുറെ പ്ലാസ്റ്റിക് പൂക്കൾ വെക്കുന്നതല്ല, പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം, അതിൽ നിന്ന് കിട്ടുന്ന അറിവുമാണ് കുട്ടികൾക്ക് വേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവിത की विशेष शैलियों को पहचाने और लिखे, കവിതയിലെ പ്രത്യേക ശൈലികളുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യാൻ എന്നിട്ട് എടുത്തെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ബിന മോസം ബഹാർ ആന എന്നുള്ളത്. അതുപോലത്തെ ശൈലികൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ
അത് നോക്കാം നമുക്ക്. ദഹത്തെ രഹത്തെ ഹൈ യേ ഫൂൽ, चुभते हुए से आंखों में उतर गए, सारा घर एक रस इन रंगों में डूबा रहा, हृदय हाहाकार कर उठा. ഇനി 7th ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കവിത കെ ആധാർ പർ പൂർത്തി കരെ എന്നാണ് പറയുന്നത്. അപ്പം ഉദ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പൂന്തോട്ടം. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്ലാസ്റ്റിക്ക ഉദ്യാൻ, അസ്ലി ഉദ്യാൻ എന്നുള്ളത്. അപ്പൊ പ്ലാസ്റ്റിക്ക ഉദ്യാൻ എന്നുള്ളതില് ഗന്ധ് നഹി എന്ന് എഴുതി ചേർത്തിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ പ്ലാസ്റ്റിക് പൂക്കളിൽ എന്താണ്, സുഗന്ധം ഉണ്ടാവില്ല. അപ്പൊ ഗന്ധ് നഹി എന്നുള്ളത് ഓൾറെഡി നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നതാണ്, ആ ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ടായിരുന്നതാണ്. നെക്സ്റ്റ് എന്താ, മിട്ടി നഹി, മണ്ണില്ല. മിട്ടി ഗോഡ്നേക്ക് സമസ്യ നഹി, എന്താണ്, ആ മണ്ണിനെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടില്ല. ഖാദ് പാനി നഹി, അതായത് വെള്ളവും അതുപോലെ തന്നെ വളവും ഒന്നുമില്ല. ചിടിയോ സെ റഖ്വാലി നഹി, മൗസം കാ ഇന്തിസാർ നഹി, അതായത് കിളികള് വന്നിട്ട് ഈ പൂക്കളെ നോക്കുന്നതൊന്നുമില്ല. മൗസം കാ ഇന്തിസാർ നഹി, അതായത് വസന്തകാലം വരാനായിട്ടുള്ള ഇന്തിസാർ എന്ന് പറഞ്ഞ ഒരു കാത്തിരിപ്പ്, വെയിറ്റ് ചെയ്യുന്നതിനെയാണ് ഇന്തിസാർ എന്ന് പറയുന്നത്. അതൊന്നും ആവശ്യമില്ല. ഇനി അസ്ലി ഉദ്യാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഉദ്യാനം, പൂക്കളുള്ള പൂന്തോട്ടം, പ്രകൃതിയുടെ പൂന്തോട്ടത്തിനാണ് പറയുന്നത്. അപ്പൊ അതിലെ 4ഉം എന്താണ്, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഗന്ധ് ഹോത്തി ഹെ, എന്താണ്, സുഗന്ധം ഉണ്ടായിരിക്കും. മിട്ടി ഹോത്തി ഹെ, മിട്ടി ഉണ്ടായിരിക്കും, മണ്ണുണ്ടായിരിക്കും. ഗോഡ്നി പടുത്തി ഹെ, അത് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഖാദ് പാനി ചാഹിയെ, വെള്ളവും വളവും ഒക്കെ ആവശ്യമുണ്ട്. ചിടിയോ സെ റഖ്വാലി കർണി പടുത്തി ഹെ, എന്താണ്, പക്ഷികളിൽ നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. മൗസം കാ ഇന്തിസാർ കർണ പടുത്ത ഹെ, ആ ഒരു കാലം വരാനായിട്ട് കാത്തിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നീച്ചെ ദിയെ വാക്യ പടി രേഖാങ്കിത് ശബ്ദോ പർ ധ്യാൻ ദേ, താഴെ തന്നിട്ടുള്ള എന്താണ്, വാക്യങ്ങൾ വായിക്കുക, അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകളെ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഹമേ ഫൂലോ കി ഗന്ധ് ചാഹിയെ, मुझे വേണി के लिए फूल चाहिए, हमें रस चाहिए, എല്ലാത്തിലും ചാഹിയെ ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ऐसे വാക്യ കവിത സെ ചുൻകർ ലിഖേ എന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള വാക്യങ്ങൾ കവിതയിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോ ഏതൊക്കെയാണ്, ഗന്ധ്, രസ്, അത് ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഹമേ കോമൽ സ്പർശ് ചാഹിയെ എന്നുള്ളതാണ് ഒരു സെന്റൻസ്, ഒരു ലൈന്. മുझे പൂജ के लिए फूल चाहिए, ബാപ്പു മുझे फूल चाहिए फूलों की पहचान के लिए എന്നുള്ളത് പറയുന്നുണ്ട്. चर्चा करें, टिप्पणी लिखे, मनुष्य अपनी सुविधा के लिए प्रकृति से अलग रहते हैं, कविता के आधार पर इस पर विचार करें और विश्लेषणात्मक टिप्पणी लिखे. അതായത് മനുഷ്യ അപ്നി സുവിധാക്ക് ലിയേ, മനുഷ്യര് തങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രകൃതി സെ അലഗ് രഹത്തെ ഹെ, പ്രകൃതിയിൽ നിന്ന് വിട്ട്, അതായത് സെപ്പറേറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. അലഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് എന്നുള്ളതാണ്. കവിതയ്ക്ക് ആധാർ പർ, കവിതയെ ബേസ് ചെയ്തിട്ട് ഇസ് പർ വിചാർ കരെ, ഇതിനെ കുറിച്ച് ചിന്തിക്കുക. ഓർ വിശ്ലേഷണാത്മക് ടിപ്പണി ലിഖേ, എന്നിട്ട് വിശ്ലേഷണാത്മകം എന്ന് വെച്ചാൽ അനലിറ്റിക്കൽ ആയിട്ടുള്ള, അതായത് അതിനെ കുറിച്ച് ഡീപ്പായി ചിന്തിച്ചിട്ട് എന്താണ് ഒരു ടിപ്പണി, ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഹ് ബാത് കവിത മേ സാഫ് ദിക്തി ഹെ, ഈ ഒരു കാര്യം എന്താണ്, കവിതയില് സാഫ് ദിക്തി ഹെ എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. कवि ने सुविधा और बनावट के लिए अपने आंगन के असली फूल उखाड़कर പ്ലാസ്റ്റിക് के फूल लगा दिए. അതായത് കവി എന്താ ചെയ്തത്, തന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അപ്നെ ആംഗൻ കെ അസ്ലി ഫൂൽ ഉഖാഡ്കർ, തന്റെ മുറ്റത്തെ എന്താണ് യഥാർത്ഥത്തിലുള്ള പൂക്കള്, പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള പൂക്കള്, ഉഖാഡ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറിച്ചെറിഞ്ഞിട്ട് പ്ലാസ്റ്റിക് കെ ഫൂൽ ലഗാ ദിയെ, പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുവച്ചു. ക്യൂക്കി നഖലി ഫൂലോ മേ മെഹനത് നഹി കർണി പഡ്തി, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേക്ക് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പൂക്കൾ വെക്കുന്ന സമയത്ത് മെഹനത് നഹി കർണി പഡ്തി, എന്താണ്, അതിനുവേണ്ടി പ്രത്യേകിച്ച് അധ്വാനിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നില്ല. പർ ഇസ്സെ പ്രകൃതി കെ അസ്ലി സുഖ് ജൈസെ ഗന്ധ്, രസ്, കോമൽത ആദി ഖോ ജാത്തെ ഹെ. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രകൃതിയിലുള്ള ഗന്ധ്, രസ്, കോമൽത തുടങ്ങിയ കാര്യങ്ങൾ ഖോ ജാത്തെ ഹെ. ഖോ ജാത്തെ ഹെ എന്ന് വെച്ചാൽ എന്താണ്, നഷ്ടപ്പെടുന്നു.
जब बच्चा असली फूलों को पहचानने से वंचित रह जाता है तब കവി को अपनी गलती का एहसास होता है. അപ്പൊ കുട്ടി ഇതിനൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ വഞ്ചിത് രഹജാത്ത എന്ന് വെച്ചാൽ കുട്ടിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. ശരിക്കുള്ള പൂക്കളെ നോക്കിയിട്ട് ഇത് ഈ പൂവാണ് ഇത് ഈ പൂവാണ് എന്നുള്ള രീതിയിൽ അതിനെ തമ്മിൽ തരംതിരിക്കാനോ തിരിച്ചറിയാനോ ഉള്ള കഴിവ് കുട്ടിക്ക് നഷ്ടപ്പെടുന്നു. കാരണം കുട്ടി അത് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കവിക്ക് തന്റെ ഗൽത്തി കാ എഹസാസ് ഹോത്താ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ തെറ്റെന്താണെന്ന് മനസ്സിലാവുന്നത്. യഹ് ദിഖാതാ ഹെ കി സുവിധാ കെ ലിയെ പ്രകൃതി സെ ദൂർ ഹോന അന്തതഃ നുക്സാൻദായക് ഹി സാബിത് ഹോത്താ ഹെ. ഇത് കാണിക്കുന്നത് എന്താണ്? സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രകൃതിയിൽ നിന്ന് ദൂരെ മാറി ജീവിക്കുക എന്നുള്ളത് എന്താണ്? അറ്റ് ലാസ്റ്റ് അന്തതഃ എന്ന് വെച്ചാൽ എന്താണ്? അവസാനം എന്തിലേക്കാണ് നയിക്കുക? നുക്സാൻദായക് ഹി സാബിത് ഹോത്താ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് നുക്സാൻദായക് എന്ന് വെച്ചാൽ ഹാംഫുൾ ആണെന്നുള്ളതാണ്. അതായത് പ്രകൃതിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് സ്വന്തം സൗകര്യത്തിന് വേണ്ടി ജീവിക്കുന്നത് അവസാനം എന്താണ്? നമ്മളെ ഹാനികരമായിട്ട് തന്നെയാണ് ബാധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. സാബിത് ഹോത്താ ഹെ എന്ന് വെച്ചാൽ തെളിയിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. പ്രൂവ് ചെയ്യപ്പെടുന്നു. എന്താണ്? നേച്ചറിൽ നിന്ന് മാറി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓർ മനുഷ്യക്കോ പ്രകൃതിക്ക് സാത്ത് ഹി ജുഡേ രഹന ചാഹിയെ. മനുഷ്യര് പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന് ജീവിക്കണം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ പ്രകൃതിയിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് മനുഷ്യന് തന്നെ ഹാംഫുൾ ആണ്. അതുകൊണ്ട് തന്നെ മനുഷ്യര് പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന് ജീവിക്കണം എന്നുള്ളതാണ് ഇത് പ്രൂവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹരിയാലി കി ഛാവ് മേ ഇക്കായി കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്നുള്ളതാണ്. അപ്പോ ഈ ഹരിയാലി കി ഛാവ് മേ എന്നുള്ള യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിട്ടുള്ള സെന്റൻസസിൽ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. പ്രകൃതി കാ സാത്ത് ദേനെ കെ ലിയെ ഹമേ സാझा കദം ഉഠാനാ ചാഹിയെ. അതായത് പ്രകൃതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അത് കറക്റ്റ് ആണ്. മനുഷ്യ പ്രകൃതി മേ അപ്നി ഇച്ഛാക്കെ അനുസാർ ജീ സക്തേ ഹെ. തെറ്റാണ്. മനുഷ്യർ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കാൻ പറ്റുമെന്നല്ല ഈ യൂണിറ്റിൽ പറയുന്നത്. പ്ലാസ്റ്റിക് का इस्तेमाल करते समय हमें सावधानी बरतनी चाहिए. അതായത് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് കറക്റ്റ് ആണ്. खूब पेड़ लगाने से पर्यावरण की सारी समस्याएं हल हो जाएंगी. അതായത് ഒരുപാട് മരങ്ങൾ നടുന്നതിൽ നിന്ന് പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഒരുപാട് മരങ്ങൾ നടണം എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് കറക്റ്റ് ആണെന്ന് പറയായിരുന്നു നമുക്ക്. പക്ഷെ മരങ്ങൾ നട്ടാൽ മാത്രം പ്രകൃതിയിലെ എല്ലാ പ്രശ്നവും സോൾവ് ആവും എന്നുള്ള ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തെറ്റാണ്. ഹമാരെ ഘർ കെ അവശിഷ്ടോ കാ സംസ്കരൺ സിർഫ് പ്രശാസൻ കാ ദായിത്വ ഹെ. അതായത് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന്റെയും മാത്രം ഉത്തരവാദിത്തമാണ് നമ്മളുടെ വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കേണ്ടത് എന്നാണ് പറയുന്നത്. തെറ്റാണ്. അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. പ്രകൃതി മേ സബി ജീവ് ജന്തുവോ കോ സഹഭാവ് സെ ജീനാ ചാഹിയെ. കറക്റ്റ് ആണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മറ്റുള്ള ജീവജാലങ്ങളെ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ജീവിക്കാനായിട്ട് എന്നുള്ളത്. പിന്നെന്താ പറയുന്നത്? പ്രാണിയോ കെ സ്വസ്ഥ ജീവൻ കെ ലിയെ സ്വച്ഛത കോ ബനായി രഖ്ന ഹെ. അത് കറക്റ്റ് ആണ്. അതായത് ക്ലെൻലിനെസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. प्राकृतिक संसाधनों का इस्तेमाल अपनी सुख सुविधाओं के अनुसार करना है. അത് തെറ്റാണ്. കാരണം പ്രകൃതിയിലെ കാര്യങ്ങളെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പ്രകൃതി की अपनी एक संतुलित व्यवस्था है जिसे बनाए रखे. അത് കറക്റ്റ് ആണ്. പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയുണ്ട്. അതിനെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.